ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ചടങ്ങിന്റെ വേളയിൽ ഇത്തരത്തിൽ ടി സിദ്ദീഖ് MLA സംസാരിക്കാൻ പോയ ആ ഒരു സമയത്ത് വേദിയിൽ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഈ പറയുന്ന ദുരന്ത ബാധിതർ അവർ അത്രത്തോളം ആഗ്രഹിച്ച ഒരു മൊമെന്റ് ആണ് ആ ഒരു സമയത്ത് അവിടെ നടക്കുന്നത്. അവർ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയോ തിരിച്ചു ലഭിക്കുന്നു എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം ആ സമയത്താണ് ഇത്തരത്തിൽ ചില ആളുകൾ മാത്രം, ചില പുഴുക്കുത്തുകൾ മാത്രം കൃത്യമായി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നത്. സ്വാഭാവികമായും അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെയോ കളികളുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു പ്രസംഗവേളയിൽ നമ്മൾ ഇതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, വീടുകൾ ചെന്ന് കണ്ടു, ഓരോ വീടുകളിലും ഇത്ര റൂമുകളുണ്ട്, ഇത്ര ഷെൽഫുകളുണ്ട് എന്ന് എണ്ണി പറയുന്നുണ്ട്. അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ വീടുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ കൂടി ഇനി സർക്കാർ നൽകുമെന്നുള്ളത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ലീഗ് വെച്ചു കൊടുത്ത വീടുകൾ, ഇത്ര വീടുകൾ ലീഗ് വെച്ചു കൊടുക്കുന്നു, ആ വീടുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ കാര്യങ്ങളെല്ലാം ലീഗ് നൽകുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ ചെയ്യുന്നുണ്ട്. കോൺഗ്രസും തീർച്ചയായിട്ടും 5 ലക്ഷം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കും. അതെ, അപ്പോൾ ഈ വീടുകളിൽ ഇപ്പോൾ ലീഗ് നൽകിയപ്പോൾ അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ഇതിന് മുൻകൈ എടുത്തിറങ്ങുന്ന സമയത്ത് അവർ ഈ പറയുന്നത് പോലെ വീട് വെച്ച് നൽകുന്നതോടൊപ്പം തന്നെ ഫർണിച്ചറുകളും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കൂടി നൽകുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഇത് ചെയ്തില്ലെങ്കിൽ, ഭരണപക്ഷം ഇത് ചെയ്തില്ലെങ്കിൽ തങ്ങൾക്ക് അത് മോശമാണല്ലോ എന്ന് കരുതിക്കൊണ്ടായിരിക്കുമോ പുതിയൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ ഇത്രയും നാളുകൾക്ക് ശേഷം എന്തിനായിരിക്കാം ഇപ്പോൾ ഈ ഒരു വീട് അല്ലെങ്കിൽ ഈ ഒരു താക്കോൽദാനം അല്ലെങ്കിൽ ഈ ഒരു വീടുകൾ നൽകുന്ന ഒരു വേള ഇത്രയും വൈകിച്ചത്? പക്ഷെ അത് കൊടുക്കേണ്ട ബാധ്യത ഭരിക്കുന്ന പാർട്ടിക്കാണ്. സർക്കാർ തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ ഇത് എന്തുകൊണ്ട് വൈകിച്ചു എന്നുള്ളതാണ് ചോദ്യം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിന്റെ നടത്തിപ്പെന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഇത് ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾ അവർ ഭരിക്കുമ്പോൾ ആ ഉണ്ടായ വിഷയത്തിൽ അവരത് ചെയ്തു എന്ന് ജനത്തെ കാണിക്കാൻ വേണ്ടിയാണ്. എല്ലാം തന്നെയും ഇപ്പോൾ ഈ അവസാന നിമിഷം കാണിക്കുന്നതെല്ലാം തന്നെയും വീണ്ടും ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന രീതിയിൽ ഈ കണ്ട പ്രക്രിയയൊക്കെ അവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മളിതിൽ ഹർഷ തുടക്കത്തിൽ സംസാരിച്ച വിഷയത്തിലേക്ക് തന്നെ ഞാൻ പോവുകയാണ്. ടി സിദ്ദീഖ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു MLA ആ വേദിയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? പിന്നെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ മരുമകൻ ഉണ്ടായിരുന്നു, രാജൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ഇങ്ങനെ നിരവധി, അതുപോലെ തന്നെ നിരവധി പേർ VIPs ഇഷ്ടംമാതിരി ഉണ്ടായിരുന്ന ഒരു പരിപാടി. അവിടെ MLA ആണ് അദ്ദേഹം. ആ MLA എന്ന് പറയുമ്പോൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ MLA എന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളല്ലേ? ആ ദുരന്തബാധിത പ്രദേശവും അദ്ദേഹവുമായി ബന്ധമുള്ളതല്ലേ? അപ്പോൾ അങ്ങനെ ഒരു വേദിയിൽ, മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ തന്നെ ഇത്തരത്തിൽ സിദ്ദീഖ് എന്ന് പറയുന്ന അദ്ദേഹം നീണ്ട നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ഒരാളാണ്. അദ്ദേഹം പ്രസംഗിക്കാൻ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ കൂവി വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവരുടെ പാർട്ടിയിലെ ആൾക്കാരെ തന്നെ വിളിക്കുമ്പോൾ തെമ്മാടി കൂട്ടമാണോ ഈ പറയുന്നത്? തീർച്ചയായിട്ടും ഒരു തെമ്മാടി കൂട്ടമാണ്. അപ്പൊ തെമ്മാടികളെ അംഗീകരിക്കുന്ന രീതിയിൽ മറ്റ് തെമ്മാടികളെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ ആ വേദി ഇരിക്കുന്നവർ? അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ ടി സിദ്ദീഖിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ പറയുന്ന ദുരന്ത ബാധിതർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ ചൂരൽമലയിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും അവൈലബിൾ ആയിരുന്ന ഒരു MLA ആയിരുന്നു ടി സിദ്ദീഖ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്ത് ആവശ്യമുണ്ട് അതിനെല്ലാം മുൻപിൽ നിന്ന് നയിച്ചിരുന്ന ഒരു വ്യക്തി. ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അത്രയും വലിയൊരു ജനപ്രതിനിധിയെ ഇത്തരത്തിൽ അവിടെയുള്ള ജനങ്ങൾ എന്തായാലും കൂക്കി വിളിക്കുകയോ അല്ലെങ്കിൽ സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോവുക എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ സംശയിക്കുന്നതിൽ തെറ്റില്ല. ഒരു കോൺഗ്രസ് MLA ആയതുകൊണ്ട് ഇനിയിപ്പോൾ CPM-നുള്ളിൽ നിന്ന് തന്നെയുള്ള ആളുകളാണോ ഈ ഒരു പരിപാടി കാണിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് അത്ഭുതപ്പെടാൻ. തീർച്ചയായിട്ടും ഇത് കൊണ്ട് കുറച്ച് തെമ്മാടികളെ ഇത്തരത്തിൽ കൊണ്ടുവന്ന് അവിടെ നിർത്തി ഇത് ബ്ലാക്ക് മെയിൽ ചെയ്യിക്കാൻ വേണ്ടി. അല്ല, ഞാൻ ചോദിക്കട്ടെ, സിദ്ദീഖിന് എന്താ ഒരു കുറവ്? സിദ്ദീഖ് എന്ന് പറയുന്ന നേതാവിന് എന്താ കുറവ്? കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്തും അല്ല, അതൊക്കെ തെറ്റാണ്. അത് നേരെ മറിച്ച് ഇവരുടെ തന്നെ ഒരു DYFയുടെ അല്ലെങ്കിൽ പോട്ടെ ഇടത് രാഷ്ട്രീയത്തിൽ കേളു വരെ അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ ഇത്രയും CPM മിനിസ്റ്റേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ തന്നെ ആൾക്കാർ മറ്റൊരു വേദിയിൽ ഇതേപോലെ പോയി നിൽക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടി കൊണ്ടൊന്നും ചെയ്യുന്ന നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ നമ്മൾ കരുതേണ്ട കാര്യമില്ല. മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ വിവരക്കേട് ഒരിക്കലും കോൺഗ്രസ് കാണിക്കില്ല. നമ്മുടെ സംശയം എന്താണെന്ന് അറിയാം, എനിക്ക് നമുക്കുണ്ടാവുന്ന സംശയം, ഈ പിന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയാണ്. ഇത് പറഞ്ഞു ഏൽപ്പിക്കുമ്പോൾ ഇത് കൂവാൻ വേണ്ടി വന്നിരിക്കുന്നവർക്ക് പറഞ്ഞുകൂടായിരുന്നോ ഞങ്ങൾ ഇത് ചെയ്യില്ല? അല്ല, ഇതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് മറ്റൊരു വിഷയം ഉണ്ടായത് ചേട്ടൻ ശ്രദ്ധിച്ചു കാണും. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഒരു വേദിയിൽ ഇത്തരത്തിൽ ചെണ്ട കൊട്ടുന്ന ഒരു സംഭവം ഉണ്ടാവുകയും അദ്ദേഹം എന്തിനാണ് ഇവിടെ ചെണ്ട കൊട്ടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ പറയുന്നത് കേൾക്കാൻ അല്ലെങ്കിൽ എന്തിനെന്നെ ഇവിടെ വിളിച്ചു വരുത്തി എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. അല്ലെങ്കിൽ
സ്വാഭാവികമായി മൈക്കിനുണ്ടാകുന്ന പ്രശ്നം പോലും മറ്റാരൊക്കെയോ ചെയ്തതാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു, അതിനോട് ദേഷ്യം കാണിക്കുന്നു, മൈക്കിനോട് പിണങ്ങി പോകുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇരിക്കുന്ന വേദിയിൽ ഇത്തരത്തിലൊരു MLA വളരെയധികം മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിയത്. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഇവർ പ്രതികരിച്ചില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ? അല്ല, ഇത് ഈ MLA തന്നെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ എന്നെ ഇത് എന്നെ ഇത്തരത്തിൽ പറയുന്ന സമയത്ത് ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ, ഇവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ, ഒന്നും മിണ്ടാതിരിക്കട്ടെ എന്ന് പറയാമായിരുന്നില്ലേ? ഇപ്പം അവതാരിക തന്നെ ഇപ്പം മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു. അവതാരിക മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വളരെ മനോഹരമായ ഒരു പ്രസംഗം നമുക്ക് വേണ്ടി പറഞ്ഞ മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന്, അതൊരു രീതിയാണ്. ഒരു പ്രോഗ്രാമിൽ അവതാരിക എന്ന് പറയുമ്പോൾ നമ്മളോട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച മുഖ്യമന്ത്രിക്ക് നന്ദി വേണ്ട, അമ്മാതിരിയുള്ള സംസാരമൊന്നും വേണ്ട. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആൾക്കാരും സംസാരിക്കുന്നതും മൈക്ക് ഓഫായി പോകുന്നതും ഒക്കെ മൈക്കിനോട് കയർക്കുക, അവതാരികയോട് കയർക്കുക, വേദിയിരിക്കുന്നവരോട് കയർക്കുക, സദസ്സിരിക്കുന്നവരോട് കയർക്കുക, അതൊക്കെ നല്ല പരിപാടിയാണോ? ഇത് അദ്ദേഹം ഒരു MLA അല്ലേ? അപ്പൊ ഇവരെല്ലാം കൂടെ നിരന്നിരിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരുതരം ക്രൂശിക്കൽ പോലെയല്ലേ? അദ്ദേഹം ഒന്നും ചെയ്തില്ലെന്നാണ്, അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങളില്ല, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി പേര് അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഈ പറയുന്ന ഇതൊക്കെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവരെ മുമ്പേ വെച്ച് അവരുടെ അണികൾ കാണിക്കുമ്പോൾ, ഒരുവേള അദ്ദേഹം നടത്തിയ നവകേരള യാത്രയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കുട്ടിക്കുരങ്ങന്മാർ കാണിച്ചതിന് അന്ന് സപ്പോർട്ട് ചെയ്ത അതേ ഭാഷ തന്നെയാണ്, അതേ ശരീരഭാഷ അദ്ദേഹം ഇപ്പോഴും അവിടെ ആവർത്തിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാനുള്ളത്. ഈ പറയുന്ന ടി സിദ്ദീഖിന് ഇതൊരു നല്ലൊരു അവസരം തന്നെയായിരിക്കും എന്തായാലും. കാരണം അദ്ദേഹത്തിനെതിരെ ഈ പറയുന്നത് പോലെ ആ നാട്ടിലുള്ള ആരും തന്നെയും ഒരു ചെറുവിരൽ പോലും അനക്കില്ല എന്നറിയുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇത്രയും വലിയ രീതിയിൽ അധിക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ വീണ്ടും ഒരു ജനങ്ങൾക്കുള്ള ഒരു പ്രീതി കൂടുകയാണ്. ജയിക്കുന്ന കാര്യമൊക്കെ ഉറപ്പാണ്. പിന്നെ ഒന്നുകൂടെ പറയേണ്ടി വരും ഹർഷ, അതിനകത്ത് ഈ പറയുന്ന രാജൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി, അദ്ദേഹം ഈ ഭരണത്തിലുടനീളം നന്നായി കാര്യങ്ങൾ ചെയ്ത ഈ രാജൻ എന്ന് പറയുന്ന മന്ത്രിയും ഈ നമ്മുടെ സിദ്ദിഖും തമ്മിൽ വളരെ കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് അദ്ദേഹം പോലും ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ അതിൽ എടുത്ത് പറയുന്നുണ്ട്. ഈ രാജൻ പറഞ്ഞു വെച്ച ഒരു വാക്കുകൂടെ ഉണ്ട്, ഞങ്ങൾ തറക്കല്ലിട്ടിട്ട് അങ്ങനെ പോകുന്നവരല്ല എന്ന്. തറക്കല്ലിട്ടിട്ട് ഞങ്ങൾ മുങ്ങിപ്പോകുന്നവരാണ്. അപ്പോൾ അവിടെ ബാക്കി രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സന്നദ്ധ സംഘടനകളോ ഒക്കെ തറക്കല്ലിട്ട് മുങ്ങി എന്നാണ് ഉദ്ദേശിക്കുന്നത്. രാജനെ പോലെ അവിടെ ആൾക്കാർ അദ്ദേഹത്തോട് കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടു. രാജനും വികാരാധീനാകുന്ന കണ്ടു. ആരൊക്കെ രാവിലെ തന്നെ ലൈവ് ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമൊക്കെ ചാനലുകളിലൊക്കെ തന്നെ. അപ്പോൾ രാജനും അങ്ങനെ പറയുമ്പോൾ സ്വയം അവരെല്ലാം ചെറുതാകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇവരെല്ലാം ഈ പറയുന്ന ആദ്യം മനസ്സിലാക്കേണ്ട അവരുടെ ഔന്നിത്യത്തെക്കുറിച്ച് അവർക്കൊരു ബോധം വേണം. നമുക്കൊരു സ്വയം ഔന്നിത്യമുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ഔന്നിത്യമുണ്ട്, ആ ഔന്നിത്യത്തിന് ചേരാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കരുത് എന്ന് സ്വയം ബോധ്യം വേണം. ഇതിവിടെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. രാജൻ അങ്ങനെ സംസാരിക്കുമ്പോൾ ബാക്കി ലീഗ് ചെയ്തു, കോൺഗ്രസ് ചെയ്യുന്നു, മറ്റ് സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നു. അതൊക്കെ എന്താ നോക്കാത്ത? അതൊന്നും ഇവിടെ ആർക്കും ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ സ്വയം വില ഇടിച്ചു കളയുന്ന രീതിയിലാണ് ഈ പാർട്ടി അനുദിനം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ അനുദിനം അവർ കുഴിച്ച കുഴിയിലോട്ട് പോവുകയാണ്. കാര്യം സമൂഹം അത്ര കണ്ട് വളരെ അലർട്ടായിട്ട് ചിന്തിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ സിദ്ദിഖിന്റെ ജനപ്രിയതയ്ക്ക് ഇവർ കൂവിയത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവർ തന്നെ ചെറുതാവുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. കാര്യം കൂവിയർ എത്രത്തോളം ഊളന്മാരാണ്, ആ ഊളകളെ ഊളകളെ വന്നിന്ന് ഓരിയിട്ടോളാൻ പറഞ്ഞവർ അവിടെ ഇരിപ്പുണ്ട്. അവരെ സാക്ഷി എടുത്തിക്കൊണ്ട് ഞങ്ങൾ വന്നു സാർ, ഞങ്ങൾ ഓരിയിട്ടു സാർ, നിങ്ങൾക്ക് തൃപ്തിയായോ എന്നാണ് അവർ ചോദിച്ചതിൻ്റെ അർത്ഥം.